ഹായ്. നിന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചവർ, നിന്നെ അവഗണിച്ചവർ, നിന്നെ കരയിപ്പിച്ചവർ, നിന്നെ വേദനിപ്പിച്ചവർ, അവർ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഒരേ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് മനസ്സിലായോ? അവർ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നില്ല. അവർ ആഗ്രഹിച്ചിരുന്നത്, അവർ കാണാൻ കൊതിച്ചതും നിങ്ങളുടെ പരാജയമാണ്. നിങ്ങൾ പരാജയത്തിൻ്റെ കുഴിയിലേക്ക്, പടുകുഴിയിലേക്ക് കൂപ്പുകുത്തി പോകുന്നത് കാണാൻ വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. അവർ നിങ്ങൾക്കായിരുന്നു പ്രിയപ്പെട്ടവർ. നിങ്ങൾ ഒരിക്കലും അവർക്ക് ഒന്നുമായിരുന്നില്ല. പക്ഷേ പലരും വൈകിയാണ് ഈ കാര്യം മനസ്സിലാക്കുന്നത്. പലരുടെയും ജീവിതത്തിൽ പലരും ആടിക്കൊണ്ടിരിക്കുന്നത് ഒരു കോമാളിയുടെ വേഷമാണ്. അത് തന്നെ അഭിനയിക്കുന്നതിൽ അവർക്കൊരു താളപ്പിഴ സംഭവിച്ചിരിക്കുന്നു. അപ്പോഴാണ് നിങ്ങളിൽ ചില തിരിച്ചറിവുകൾ തുടങ്ങുന്നത്. നീ ഓർക്കുക, നിന്റെ പരാജയത്തെ ആഘോഷമാക്കിയവരുടെ മുന്നിൽ നീ ഒരിക്കലും ദേഷ്യപ്പെടരുത്. അവരോടുള്ള പക മനസ്സിലും പ്രവൃത്തിയിലും കാണിക്കരുത്. അവർക്ക് മുന്നിൽ മൗനിയാകുക. എന്നാൽ നിന്റെ മനസ്സ് വളരെയധികം പ്ലാൻഡ് ആയിരിക്കണം. നീ അവരിൽ നിന്നും ഏറ്റ പരിഹാസശരങ്ങൾ അത് നീ ഏറ്റുവാങ്ങുമ്പോഴും നിന്റെ ഉള്ളിൽ ഒരു മൂർച്ച കൂട്ടി മിനുക്കിയെടുക്കേണ്ട ഒരായുധമുണ്ടാകണം. അത് നിന്റെ വിജയം കൈ എത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യമായിരിക്കണം. അല്ലാതെ പതിയിരുന്ന് തൻ്റെ എതിരാളിയെ ആക്രമിക്കുന്ന ഒരു പകരം വീട്ടുകാരനാകരുത്. അവരോട് പുഞ്ചിരിയോടെ സമീപിക്കുക, സ്നേഹത്തോടെ പെരുമാറുക. നിങ്ങളുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് അവരോട് ഒരിക്കലും മിണ്ടാതിരിക്കുക. അവരാരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ഒരു കയ്യകലം പാലിക്കുക. എല്ലാം തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകമാകാതിരിക്കാൻ ശ്രമിക്കുക. നിന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരാണവർ. വീണ്ടും വീണ്ടും നീ അവരുടെ കൂടെ കൂടി. നിന്റെ പരാജയത്തിൻ്റെ ആഴത്തിൻ്റെ ആഘാതങ്ങളിലേക്ക് നീ വീഴരുത്. നിന്റെ സങ്കടത്തിലും നിന്റെ താഴ്ചയിലും മധുരം വിളമ്പി ആഘോഷമാക്കിയത് നിന്റെ കൂടെയുള്ള, നിനക്കൊപ്പം നീ നിന്നിരുന്ന നിന്റെ കൂട്ടുകാർ തന്നെയാണ്. അവർ തോളിലിരുന്ന് നിന്റെ ചെവി തിന്നുകയായിരുന്നു. അവരുടെ മുന്നിൽ നീ ഇനിയും സ്തംഭിച്ച് നിന്ന് അവരുടെ ചാടിക്കുടഞ്ഞ് എഴുന്നേൽക്കണം. അവിടുന്ന് സ്തംഭിച്ചിരുന്നാൽ പോരാ, അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കണം. നിന്റെ വിജയം നീ ഇവർക്ക് കാണിച്ചു കൊടുത്തേ മതിയാകൂ. നിന്റെ വിജയം കാണിച്ചു കൊടുത്ത് നീ അവരെ നിരാശരാക്കണം. അവർ കാണാതെ പോയ നിന്റെ ഉള്ളിലെ ആ ശക്തി അത് നീ പുറത്തെടുത്ത് നിന്റെ കഴിവിനെയും ലക്ഷ്യത്തിനെയും കൈയെത്തിപ്പിടിക്കണം. അതിന് നിനക്ക് വാശിയും ഉശിരും ചങ്കുറപ്പും വേണം. പരിഹസിച്ചവരെ കൊണ്ട് കൈയടപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന ത്വര വേണം. നീ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ എല്ലാം നിനക്ക് മുന്നിൽ കീഴടങ്ങും. എല്ലാം നിന്റെ കാൽ കീഴിൽ വരും. അതിന് പക്ഷേ നിരന്തര പരിശ്രമം വേണം. കഠിനാധ്വാനം നിർബന്ധമായിട്ടും വേണം. നിന്നെ കളിയാക്കിയവർ തന്നെ നിനക്ക് വേണ്ടി ഫ്ലെക്സ് അടിക്കുന്ന ആ ഒരു സ്വപ്നം പൂർണ്ണമാകും എന്ന്, ഞാൻ പൂർണ്ണമാക്കും എന്നും മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് പ്രതിജ്ഞ എടുത്തു കൊണ്ടിരിക്കണം. ആ പ്രതിജ്ഞയെ പുതുക്കി കൊണ്ടിരിക്കണം. അവർക്ക് നിന്നോടുള്ള അസൂയയും കുശുമ്പും പുന്നായ്മയും നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ നീ സദാ അവരോട് നന്ദിയുള്ളവരായി മാറേണ്ടതുണ്ട്. കാരണം ഒന്നുമല്ലാതിരുന്ന നിന്നെ, പരാജയങ്ങൾ മാത്രം സ്വന്തമായിട്ടുണ്ടായിരുന്ന നിന്നെ ഇന്ന് ഈ നിലയിൽ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കിയത് അവർ മാത്രമാണ്. അവരെയൊന്നും നീ പറ്റിക്കാതെ തൻ്റെ സഹജീവിയോട് കരുണ കാണിച്ച് ജീവിക്കാൻ നീ പഠിച്ചതും ഒരു പക്ഷേ അവരിൽ നിന്ന് തന്നെയാണ്. അരിഞ്ഞിട്ട് ചിറകുകൾ കൊണ്ട് പറക്കാൻ സാധിക്കുമെന്ന് നീ അവർക്ക് വ്യക്തമാക്കി കാണിച്ചു കൊടുക്കണം. അത് നിനക്ക് വ്യക്തമാക്കി തന്നതും അവരാണ്. കേൾക്കാനും പറയാനും സമയമില്ലാത്തവരുടെ മുന്നിൽ കരയാനും യാചിക്കാനും നിൽക്കാതെ സ്വയം മുന്നേറാനുള്ള പാഠങ്ങൾ തന്നതും അവർ തന്നെയാണ്. തോൽവികളും നീ പരിഹസിക്കലും ചതിയും ഒറ്റപ്പെടുത്തലും മാനസിക പ്രശ്നങ്ങളുമൊക്കെ അവസാനം ഡിപ്രഷൻ വരെ ഒറ്റയ്ക്ക് നേരിട്ട നിങ്ങൾ തന്നെയായിരിക്കണം നിങ്ങളുടെ റോൾ മോഡൽ. നിനക്കതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ മോട്ടിവേഷൻ മലയാളം.